തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വലിയ വിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്ത ഒരു 15 വയസ്സുകാരൻ. അവൻ്റെ അമ്മ എപ്പോഴും നിർബന്ധിക്കും, കുറച്ച് ദൈവവിചാരത്തോടെ നടക്കട, കുരിശു വരച്ചിട്ട് കിടന്നുറങ്ങട. അവനിതൊന്നും ചെയ്യാനായിട്ട് വലിയ വിശ്വാസമൊന്നുമില്ല. ഒരിക്കൽ അമ്മ നിർബന്ധിച്ചിട്ട് അവൻ പ്രയർ റൂമിൽ ഇരിക്കേണ്ടി വന്നു 10 മിനിറ്റ് നേരം. അവൻ ചെന്ന ഉടനെ തന്നെ അവൻ ചിന്തിച്ചത്, ദൈവം എന്ന് പറയുന്ന ആളൊന്നുമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയ്ക്കും തിന്മ പെരുകുമായിരുന്നോ? എന്തുമാത്രം അക്രമങ്ങളും അസമാധാനവും അരാജകത്വവും ഒക്കെയാണ് ഇവിടെ. ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ലോകത്തെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ പാടില്ലേ? അവനൊടുവിൽ ദൈവത്തോട് പറഞ്ഞു, നീ ഇല്ല, നിനക്ക് കണ്ണുമില്ല, കാതുമില്ല, നാവുമില്ല. നീ ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്തിനാ കുറച്ചുകൂടി നല്ല ലോകത്തെ നീ സൃഷ്ടിക്കാഞ്ഞത്? എന്തുകൊണ്ട് ഇവിടെ പാപികൾ പെരുകുന്നു? എന്തുകൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാകുന്നു? എന്തുകൊണ്ട് അക്രമങ്ങൾ ഉണ്ടാകുന്നു? പറ. 15 വയസ്സുകാരൻ്റെ നിഷ്കളങ്കമായ ചോദ്യം. ദൈവം മറുപടി കൊടുത്തില്ല. ദൈവം നിശബ്ദമായിട്ടിരുന്നു. അവൻ അന്നേരം തീരുമാനിച്ചു, ദൈവം എന്ന് പറയുന്നതില്ല, വെറുതെ ആളുകളെ പറ്റിക്കുന്നതാണ്. അവനൊടുവിൽ തീരുമാനിച്ചു ഉറപ്പിച്ചു, ദൈവമില്ല. അങ്ങനെ വിചാരിച്ച് അവൻ എഴുന്നേറ്റ് പ്രയർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ 2 സ്റ്റെപ്പങ്ങ് വെച്ചപ്പോൾ പിന്നിൽ നിന്നൊരു വിളി അവൻ്റെ ചെവിയിൽ വന്നു, മോനെ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. തോന്നിയതായിരിക്കുമെന്ന് കരുതി പിന്നെയും മുന്നിലേക്ക് വെച്ചപ്പോൾ വീണ്ടും അതേ സ്വരം, മോനെ ഒന്ന് നിൽക്ക്. അവന് വല്ലാത്തൊരു ഭയം ഉണ്ടായി. അവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്നെ വിളിച്ചോ? ശരിക്കും നീ ഉണ്ടോ? ദൈവത്തിൻ്റെ സ്വരം അവൻ്റെ കാതുകളിൽ വന്നു, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാനാ നിന്നെ വിളിച്ചത്. കുറച്ചുകൂടി ധൈര്യം സംഭരിച്ചവൻ തിരിച്ചു ചോദിച്ചു, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടെങ്കിൽ നീ മറുപടി പറ. നീ എന്തിനാ ഈ ലോകത്തെ ഇങ്ങനെ മെച്ചപ്പെട്ടതാക്കാത്തത്? ഉടനെ ദൈവം ആ 15 വയസ്സുകാരനോട് പറഞ്ഞു, പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ, പ്രതിസന്ധികളും വർഗീയതയും അക്രമവും അരാജകത്വമുള്ള ഈ ലോകത്തിൽ ഞാൻ എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്? അവനിങ്ങനെ കൈമലർത്തിയിട്ട് പറഞ്ഞു, എനിക്കറിയില്ല എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്. പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നന്മയുടെ ഒരിത്തിരി വെട്ടം തെളിക്കാൻ നിനക്ക് കഴിയുന്നൊരു കുഞ്ഞു വെളിച്ചം തെളിച്ചാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പരാതികൾ നിർത്തി കർമ്മങ്ങൾ ആരംഭിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് വലിയൊരു തിരിച്ചറിവാണിത്. പരാതികൾ നിർത്താം. നമുക്ക് സാധിക്കുന്ന ഒരു കുഞ്ഞു കർമ്മം, അതുമാത്രം മതി. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഓർക്കാം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഈ ലോകത്തിൽ ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുക മാത്രം ചെയ്താൽ മതി. പരാതികൾ അവസാനിപ്പിക്കാം, കർമ്മങ്ങൾ തുടരാം. നന്ദി.